മറ്റൊരു വാർത്തയിലേക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത് സ്വീകരണം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുക്കും. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു മന്ത്രിസ്ഥാനം, അതും വളരെ പ്രധാനപ്പെട്ട വകുപ്പ്. ബിജെപി പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് ജോർജ് കുര്യന്റെ ഈ സ്ഥാനലബ്ധി. ഇന്ന് ആ ആവേശം ഈ സ്വീകരണ ചടങ്ങിലും സ്വീകരണ പരിപാടിയിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും KPS മേനോൻ ഹാളിലാണ് ഈ ഒരു സ്വീകരണ സമ്മേളനം നടക്കുന്നത്. അപ്രതീക്ഷിതമാണ് കോട്ടയത്തിന് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി പദവി ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നേതാവ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഘടകമാണ്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം ഇന്ന് എത്തുമ്പോൾ തന്നെ ഒരു സ്വീകരണം നൽകാൻ തീരുമാനിച്ചത്. ഇന്നലെ ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിന്റെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി ആലോചനാ യോഗങ്ങളും മറ്റും കൂടിയിരുന്നു. എങ്ങനെയാണ് പരിപാടി നടത്തണം എന്നുള്ളത്. എന്തായാലും 2 മണിയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിൽ ജോർജ് കുര്യൻ എത്തും. അതിനുശേഷം അവിടെ നിന്ന് നേരെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് 5 മണിക്ക് KPS മേനോൻ ഹാളിൽ സമ്മേളനം നടക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇന്നത്തെ ഈ സമ്മേളന വേദിയിൽ എത്തും. ജോർജ് കുര്യൻ ഇതാദ്യമായാണ് കേന്ദ്രമന്ത്രി ആയ ശേഷം സംസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്നും നാളെയുമൊക്കെ അദ്ദേഹം ഇവിടെയുണ്ട്. നാളെ ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും എന്ന അറിയിപ്പും ഉണ്ട്. എന്തായാലും ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവ സഭകളും കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരവിൽ തന്നെ ഈ മറ്റ് പല ഇത്തരം സഭാംഗങ്ങളെയും അല്ലെങ്കിൽ അത്തരം മേലധ്യക്ഷന്മാരെയൊക്കെ കാണാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി പദവിയെക്കുറിച്ച് സീറോ മലബാർ സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ആശംസകൾ പങ്കുവയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ക്രൈസ്തവ വോട്ടുകൾ കൂടി, ആ വോട്ട് ബാങ്കിനെ കൂടി അടുപ്പിക്കാനുള്ള ശ്രമം BJPക്കുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യന്റെ വരവ് ആ നിലയിൽ തന്നെ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് BJP ജില്ലാ ഘടകം. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.